ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്താന്നല്ലേ, ഇന്ന് ഇതന്നെ വേറൊന്നുമല്ല, നമ്മളെ മീൻ പൊളിച്ചു. ആ പാതൃപ്പത്തിന്റെ കുതിർപ്പത്തിന്റെ മീൻ പൊളിച്ചു എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പുകത്തുന്നത് ശരിയാണ്. ഈ കാണുന്ന മീനാണ് ഞാൻ പൊളിക്കാൻ പോകുന്നത്. ഇതിന്റെ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആ മീനെ നല്ല മുളക് ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. പെരക്കിയിട്ട് നമുക്ക് എന്ത് ചേരുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടെങ്കിൽ ഇത്ര പാങ്ങാവില്ല. അതെല്ലാം പോട്ടുപ്പാ, ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കണം. അവിടെ കിടന്ന് അങ്ങോട്ട് പൊരിയിട്ടെന്ന് അങ്ങനെ ഒരു സൈഡ് പൊരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊരിയുമ്പോൾ എല്ലാ സൈഡ് പൊരിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻ പൊരിക്കുന്നതെന്നില്ല, ഞങ്ങളെ കാസർഗോഡ് മീൻ കാച്ചുന്നതാവാ ചെല്ലല്. പിന്നെ എന്റെ ഭാഷയിൽ ചെല്ലിയെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിലായിട്ടാണ് ഞാൻ നിങ്ങളെ ഭാഷയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടി തിരിയണ്ടേ. പിന്നെ പൊള്ളിക്കുന്നതിന്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടത് ഉണ്ടായിട്ടാ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഞാൻ നരിച്ചെടുത്ത്, പിന്നെ പുളിന്റെ വെള്ളം അത് മസ്റ്റാണ്, ഡോണ്ട് സ്കിപ്പ്. അങ്ങനെ നമ്മളെ മസാലന്റെ കൂട്ടിയുടെ റെഡി. പിന്നെ ബായന്റെ ഇല എടുത്തിട്ട് ഒന്ന് ചൂടായിക്കോണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ്. ബായയിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ മീൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പാങ്ങൽ ചുറ്റിട്ടെടുക്കണവാ. ഇത് ചുറ്റിട്ടെടുക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാവാ. ചുറ്റും നേരാന്നില്ല, ഇപ്പുറത്തും ചുറ്റുമ്പോൾ അപ്പുറത്തെ പോകുന്ന, അപ്പുറത്തും ചുറ്റുമ്പോൾ ഇപ്പുറത്തെ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചെടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊന്ന് തിരിച്ചു മറിച്ചിട്ട് അപ്പോഴേക്കും നമ്മളെ മീൻ പൊളിച്ചിട്ട് റെഡിയായി വന്നു. പിന്നെ വെറുതെ ചില്ലതല്ലാവാ, എന്തോ ഒരു ടേസ്റ്റ്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി ഒരു കമന്റ് ചെയ്യാം. ബൈ.